ജ്ഞാനം 16:12. മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത്. രോഗികളോട് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കണം. സാധിക്കുമെങ്കിൽ ഒരു 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലത്. അതിന് പറ്റുന്നില്ലെങ്കിൽ ദൈവ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഷാലോൺ ടെലിവിഷൻ കാണാം, മറ്റു ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത് കാണണം, അതിന് മനസ്സ് വെക്കണം. വചന ശുശ്രൂഷകൾ നേരിട്ട് കാണുവാൻ, വചനം കേൾക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക. മരുന്നല്ല, ലേപന ഔഷധങ്ങളല്ല, നിന്നെ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുള്ള വചനമാണ്. വചനം കേൾക്കുമ്പോൾ ആ വചനം ജീവനോടെ നിന്നിലേക്ക് കടന്നു വരും. ആ വചനം നിന്റെ രോഗത്തെ സൗഖ്യത്തിലേക്ക് നയിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വാസത്തോടെ വചനം കേട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ രോഗങ്ങൾ ഇതാ സൗഖ്യമാക്കപ്പെടുവാൻ പോകുന്നു. ബിജു കഴിഞ്ഞ മാസം ബിജുവും അമ്മയും കൂടി പൂനായിൽ നിന്നാണ് ധ്യാനിക്കാനായിട്ട് വന്നത്. അതായത് നടക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിൽ നട്ടല് ഡിസ്കുകൾ എല്ലാം പോയി അല്ലേ, പൂർണ്ണമായിട്ടും ഒരു അവസ്ഥയായിരുന്നു. സങ്കടപ്പെടേണ്ട, കോള കഴിക്കാമോ? ബെറ്റേഴ്സ് നീ വേറെ വിളിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, അല്ലേ? ഇവിടെ മുതൽ ഫുള്ളായിട്ട് ഓപ്പറേഷൻ വന്നിരിക്കണം അല്ലേ? ആരാ സൗഖ്യം നൽകുന്നത്? യേശുവാണ് സൗഖ്യം. യേശു ഈ മകനെ തൊടുവോ? ഉറപ്പാണ്, ഉറപ്പാണ്. ഈ മകനെ തൊടും, ഓപ്പറേഷൻ മാറിപ്പോകും. ഈ മകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കൈകൊണ്ടെടുക്കും. അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. എസെക്കിയേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, അസ്ഥികളോട് നീ പ്രസംഗിക്കുക. അസ്ഥികളോട് പ്രവാചകൻ പ്രസംഗിക്കാൻ തുടങ്ങി. അസ്ഥികളുടെ മേൽ മാംസം വന്നു, അസ്ഥികളുടെ മേൽ ഞരമ്പുകൾ പിടിപ്പിക്കപ്പെട്ടു. പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം പ്രവാചകൻ കേട്ടു. എസെക്കിയേൽ 37:7 ദൈവമായ കർത്താവ് പ്രവാചകനോട് പറയുന്നു, ഈ അസ്ഥികൾക്ക് ജീവൻ നിൽക്കുമോ? അങ്ങേക്കറിയാമല്ലോ പ്രവാചക, ജീവശ്വാസത്തോടെ അസ്ഥികളോട് പ്രവചിക്കുക. അസ്ഥികൾ കൂടിച്ചേരട്ടെ, അസ്ഥികൾ ജീവൻ പ്രാപിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ജീസസ്, ജീസസ്. ഉടനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പിടിച്ചോളാം. ഉടനെ ചലിപ്പിച്ച കാലം നന്നായിട്ട് ചലിപ്പിക്കട്ടെ, നടുവൊക്കെ ഇളകട്ടെ. ധൈര്യമായിട്ട് ചെയ്യുന്നു. മറ്റേ കാലം അടുത്ത കാലം ചലിപ്പിച്ച് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ കൈവലിച്ചു കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിട്ടെ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിട്ടെ, കൈമാറ്റി കുഞ്ഞിട്ടെ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞിയാൻ സാധിക്കുന്നുണ്ടോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇവിടെ കഴിഞ്ഞുണ്ട് അല്ലേ? യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുഞ്ഞ് കരമടിച്ചു കർത്താവേ സ്തുതിക്കട്ടെ. തിരിച്ച് ധൈര്യമായിട്ട് തിരിച്ചു തിരിയട്ടെ. നട്ടലൊക്കെ കൂടെ തിരിയട്ടെ. മോനെ ധൈര്യമായിട്ട് തിരികെ ഇങ്ങേ സ്ഥലം തിരിയട്ടെ, തിരിയട്ടെ. അങ്ങേ സ്ഥലം, അങ്ങേ സ്ഥലം തിരിയട്ടെ, തിരിയട്ടെ. അങ്ങേ സ്ഥലം, അങ്ങേ സ്ഥലം തിരിയട്ടെ. ഓ ജീസസ്, ജീസസ് ഈസ് അവൻ ഇവിടെയുണ്ട്.
മതി. കാലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വിളിക്കാനായിട്ട് നടക്കട്ടെ. നടന്നു നടക്കുമ്പോൾ ധൈര്യമായി കഷ്ടപ്പെടട്ടെ. അവന്റെ പേരെന്താ? ബിജു. ബിജു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് വന്നു. ശരിയാണോ ബിജു? ഞാൻ അവിടെയാ കിടന്നത്. അവിടുന്ന് സ്റ്റേജ് വരെ പോലും എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് എന്നെ കൊണ്ടുവന്നത്. യേശു എന്നെ ഇവിടെ കൊണ്ടുവന്നത്. യേശു എന്നെ സൗഖ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഹൈദരാബാദിൽ നിന്ന് വന്ന ആ ബിജുവിൻ്റെ അത് കണ്ട് വാവിട്ട് കരഞ്ഞ് ഞാൻ നിലവിളിച്ചു. അന്ന് തൊട്ട് എനിക്ക് ധ്യാനം കൂട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഉറക്കഗുളിക കഴിച്ചായിരുന്നു ഞാൻ ഉറങ്ങിയത്. അപ്പം ഈ സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ഉറക്കഗുളിക കഴിക്കാതെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. എൻ്റെ കരമിടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. Everything is possible. Everything is possible. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കണമേ. അങ്ങയുടെ വചനം അയച്ചുകൊണ്ട് സൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ സൗഖ്യം നടക്കട്ടെ. രക്തസ്രാവ രോഗി സൗഖ്യം പ്രാപിച്ചതുപോലെ ബ്ലീഡിംഗ് ഉള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് കൗണ്ട് കുറഞ്ഞവരുടെ കൗണ്ട് വർദ്ധിക്കട്ടെ. ബ്ലഡ് ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. രക്തത്തിലുള്ള രോഗങ്ങളെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഷുഗർ നോർമൽ ആവട്ടെ. പ്രഷർ നോർമൽ ആവട്ടെ. കൊളസ്ട്രോൾ നോർമൽ ആവട്ടെ. തൈറോയിഡ് നോർമൽ ആവട്ടെ. ശരീരത്തിൻ്റെ മേലുള്ള എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ഹോർമോണിൻ്റെ പ്രവർത്തനമില്ലാത്ത വ്യക്തികളിൽ ഹോർമോണിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൻ്റെ അത്ഭുതമായ ശക്തി നിങ്ങളിലൂടെ കടന്നു പോകുന്നു. വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. Divine hero, divine hero.